സഹനായകനായും സിനിമകളിലൂടെ 80കളിൽ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ ഒരു യുവതാരം. തമിഴിലും പ്രേക്ഷകർക്ക് സുപരിചിതൻ. പക്ഷേ 80കളുടെ അവസാനത്തോടെ സിനിമകൾ തുടർച്ചയായി പരാജയപ്പെട്ടു. അവസരങ്ങൾ തീരെ കുറഞ്ഞു. സിനിമകളില്ലാതെ ഒരു വർഷം വെറുതെ വീട്ടിലിരുന്നു. ഒരു ദിവസം തമിഴിലെ സൂപ്പർ ഹിറ്റ് സംവിധായകൻ കെ ബാലചന്ദ്രന്റെ വിളി വന്നു. തന്റെ പുതിയ പടത്തിൽ നായകരാവണം. സിനിമയുടെ പേര് പുതുപുതു അർത്ഥങ്ങൾ. റിലീസിന് മുമ്പ് സിനിമയുടെ പ്രിവ്യൂ കണ്ടവർ പറഞ്ഞു, ഇത് 8 നിലയിൽ പൊട്ടും. ഒന്നാമത് മാർക്കറ്റില്ലാത്ത നായകൻ, പിന്നെ ഭാര്യ അറിയാതെ മറ്റൊരു സ്ത്രീക്ക് ഒപ്പം ഒളിച്ചു താമസിക്കുന്ന നായകന്റെ കഥ തമിഴ് പ്രേക്ഷകർ സ്വീകരിക്കില്ല. 1989 ദീപാവലിക്ക് തമിഴിലെ സൂപ്പർ താര സിനിമകളടക്കം 18 ചിത്രങ്ങൾക്കൊപ്പം പുതുപുതർത്ഥങ്ങൾ റിലീസ് ചെയ്തു. ഫലം വന്നപ്പോൾ ദീപാവലി ചിത്രങ്ങളിൽ ഏറ്റവും വലിയ ഹിറ്റ് പുതുപുതു അർത്ഥങ്ങൾ. അന്ന് 275 ദിവസമാണ് സിനിമ ഹൗസ്ഫുള്ളായി ഓടിയത്. ആ നായകന്റെ പേര് റഹ്മാൻ. എപ്പോഴൊക്കെ സിനിമയിൽ നിന്നും അകന്നു തുടങ്ങിയോ അപ്പോഴെല്ലാം സിനിമ റഹ്മാനെ തിരികെ വിളിച്ചു. ഇപ്പോൾ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റഹ്മാൻ മലയാളത്തിൽ. കാണാം ടേക്ക് വൺ. കളിലെ യുവത്വത്തിന്റെ രോമാഞ്ചമായിരുന്നു റഹ്മാൻ. സംവിധായകൻ പത്മരാജൻ മലയാളത്തിന് സമ്മാനിച്ച താരം. മമ്മൂട്ടിയും സുഹാസിനിയും കേന്ദ്ര കഥാപാത്രങ്ങളായ കൂടെവിടെ എന്ന ചിത്രത്തിലൂടെയാണ് റഹ്മാൻ ചലച്ചിത്ര രംഗത്ത് അരങ്ങേറിയത്. 80കളുടെ മധ്യത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർക്കൊപ്പം താരമൂല്യമുള്ള നടനായി വളർന്നു. പിന്നീട് തമിഴിലും തെലുങ്കിലും ശ്രദ്ധേയ സിനിമകളിലൂടെ സൗത്ത് ഇന്ത്യൻ താരമായി റഹ്മാൻ മാറി. ഇടവേളകളിൽ മികച്ച ക്യാരക്ടർ റോളുകളിലൂടെ മലയാളത്തിന്റെ വെള്ളിത്തിരയിലെത്തിയെങ്കിലും നായകനിരയിൽ റഹ്മാന്റെ സ്പേസ് ഒഴിഞ്ഞു തന്നെ കിടന്നു. ഇപ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം ഈ ഓണത്തിന് റഹ്മാൻ വീണ്ടും എത്തുകയാണ്, ഒരു പറ്റം ബാഡ് ബോയ്സിനൊപ്പം. ഒമർ ലുലു സംവിധാനം ചെയ്യുന്ന ബാഡ് ബോയ്സ് ഈ വർഷത്തെ ഓണം റിലീസാണ്. ധ്യാൻ ശ്രീനിവാസൻ, ബാബു ആന്റണി, ശങ്കർ, ഷീലു ഇബ്രഹാം തുടങ്ങി വലിയ താരനിരയിൽ ഒരുക്കുന്ന ചിത്രത്തിൽ ആൻഡപ്പൻ എന്ന അച്ചായൻ കഥാപാത്രമായാണ് റഹ്മാൻ പ്രത്യക്ഷപ്പെടുന്നത്. റഹ്മാന്റെ ലുക്കും ചിത്രത്തിന്റെ ട്രെയിലറും ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഗൗരവമേറിയ കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പുതിയൊരു ഭാവത്തിലാണ് റഹ്മാൻ ബാഡ് ബോയ്സിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇടവേളയ്ക്ക് ശേഷം റഹ്മാന്റെ തിരിച്ചുവരവ് ഇതാദ്യമല്ല. 2000-ൽ സുരേഷ് ഗോപിയുടെ ഡ്രീംസ്, 2004-ൽ മമ്മൂട്ടിക്കൊപ്പം ബ്ലാക്ക് എന്നീ ചിത്രങ്ങളൊക്കെ റഹ്മാന്റെ തിരിച്ചുവരവിന് വേദിയായ ചിത്രങ്ങളാണ്. ഇത്തവണ പതിവ് സീരിയസ് ട്രാക്ക് വിട്ട് പക്ക ഫൺ എന്റർടൈനറുമായാണ് താരത്തിന്റെ വരവ്. റഹ്മാന്റെ സിനിമയിലേക്കുള്ള കടന്നുവരവും കുറച്ച് സിനിമാറ്റിക് ആണ്. കാരണം സിനിമ തേടിച്ചെന്ന് താരമാക്കിയതാണ് റഹ്മാനെ. ഊട്ടിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായിരുന്ന റഷീന്റെ മനസ്സിൽ സിനിമ ഒരു മോഹമേ ആയിരുന്നില്ല. 1983-ൽ ആ സമയത്താണ് കൂടെവിടെ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി സംവിധായകൻ പത്മരാജൻ സംഘവും ഊട്ടിയിലെത്തുന്നത്. ചിത്രത്തിൽ രവി പുത്തൂരാൻ എന്ന ഉപനായക വേഷത്തിൽ അഭിനയിക്കേണ്ടിയിരുന്നത് റഷീന്റെ പ്രായമുള്ള പയ്യനാണ്. എന്നാൽ അവസാന നിമിഷം ആ കൗമാരക്കാരന് പിന്മാറേണ്ടി വന്നു. മമ്മൂട്ടിക്കും സുഹാസിനിക്കുമൊപ്പം വളരെ പ്രാധാന്യമുള്ള വേഷമാണ്. മറ്റൊരാൾക്കായുള്ള തിരച്ചിലാണ് റഷീൻ പഠിക്കുന്ന സ്കൂളിലേക്ക് സിനിമാക്കാരെ എത്തിച്ചത്. അവിടെ പ്രധാന അധ്യാപകനാണ് റഷീനെ കുറിച്ച് പറയുന്നത്. കാരണം റഷീൻ സ്കൂളിലെ താരമാണ്. ഡ്രാമ, ഡാൻസ്, പെയിന്റിംഗ് മത്സരങ്ങളിലൊക്കെ 1ാം സ്ഥാനക്കാരൻ. സിനിമാക്കാർ നേരിട്ട് ചെന്ന് റഷീനെ കണ്ടു. പിന്നീട് നടന്നത് മലയാള സിനിമയിലെ പുതിയ താരോദയം. കന്നി ചിത്രത്തിൽ ഉപനായകനായി മാറി റഷീൻ. പത്മരാജനാണ് റഷീന് റഹ്മാൻ എന്ന പേര് നൽകുന്നത്. സിനിമ റിലീസ് ചെയ്തപ്പോൾ സൂപ്പർ ഹിറ്റ്. മലയാളി യുവതയുടെ ഒന്നടങ്കം അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ചുള്ളൻ പയ്യൻ പെൺകുട്ടികളുടെ ആരാധനാ പാത്രമായി. ആദ്യ സിനിമയിൽ തന്നെ മമ്മൂട്ടിയെ പോലുള്ള സീനിയർ താരങ്ങൾക്കൊപ്പം അഭിനയിക്കാൻ അവസരം ലഭിച്ചു. ഒരു സമയത്ത് IV ശശി സിനിമകളിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം നിറഞ്ഞു നിന്നിരുന്നു റഹ്മാൻ. കുറേ വർഷങ്ങൾ തിളങ്ങി നിന്നു. പിന്നീട് സമയം മോശമാകാൻ തുടങ്ങി. അന്യഭാഷകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ മലയാളം റഹ്മാനിൽ നിന്നും പുതിയ നായകന്മാരിലേക്ക് ചേക്കേറി.
മലയാളത്തിൽ ഭരതന്റെയും പത്മരാജന്റെയും നഷ്ടവും സിനിമകൾ കുറയാൻ കാരണമായി. മികച്ച സിനിമകളുടെ ഭാഗമായെങ്കിലും അന്യഭാഷകളിൽ നായകനായി നിലനിൽക്കാനും റഹ്മാൻ സാധിച്ചില്ല. നിരന്തരമായി പരാജയങ്ങൾ തളർത്തിയപ്പോഴും ജീവിതം തന്ന സിനിമ തന്നെ റഹ്മാനെ തിരികെ വിളിച്ചു. ട്രാഫിക്, ബാച്ചുലർ പാർട്ടി, മുംബൈ പോലീസ്, രണം തുടങ്ങിയ ചിത്രങ്ങളുടെ മലയാളത്തിൽ മികച്ച സിനിമകളുടെ ഭാഗമായി. അതിനിടയിൽ 2016 ധ്രുവങ്ങൾ 16 എന്ന ചിത്രത്തിലൂടെ വീണ്ടും തമിഴിലൊരു സോളോ ഹിറ്റ്. പൊന്നിയിൻ സെൽവൻ 2 ഭാഗം, അഞ്ചാമ്മ എന്നീ ചിത്രങ്ങളാണ് അവസാനം തമിഴിൽ ചെയ്തത്. ഇപ്പോൾ അഭ മൂവീസിന്റെ ബാനറിൽ ഷീലു ഇബ്രാഹിം നിർമ്മിച്ച ബാഡ് ബോയ്സിലൂടെ വീണ്ടും നായകനായി മലയാളത്തിൽ എത്തുകയാണ് റഹ്മാൻ. അപ്പോഴും മലയാളികൾ 2 കൈയും നീട്ടി സ്വീകരിക്കും. കാരണം ഒരു കാലത്ത് മനസ്സിലേറ്റിയ നായകനാണ്. അയാൾ നിരാശപ്പെടുത്തില്ല.